ഇവിടെ ഒരു കല്യാണ പയ്യൻ ബോധം കെട്ട് കിടക്കുകയാണ്. അവനെയും കൂട്ടി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവൻ ആ കല്യാണം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം ബോധം കെട്ടതുപോലെ അഭിനയിക്കുകയായിരുന്നു. ആംബുലൻസ് അടിച്ചപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് ആംബുലൻസിൻ്റെ ഡോറിൽ കുടുങ്ങി. ആംബുലൻസ് പോയപ്പോൾ അവളുടെ ഡ്രസ്സും കൂടെ പോയി. അവൾ ജെട്ടിപ്പുറത്ത് നിൽക്കുന്നുണ്ടപ്പോൾ എല്ലാവരും അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവളുടെ അമ്മ വന്ന് അവളെ ആശ്വസിപ്പിച്ചു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനെ കാണാൻ അവൾ ഫ്രൂട്ട്സുമായി ഹോസ്പിറ്റലിലെത്തി. ഈ സമയം അവനെ നേഴ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾ വന്നതിൽ. അവൾ എന്തൊക്കെയോ സംസാരിച്ചു. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നീ തടിച്ചത് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുന്നു, അവൻ പറഞ്ഞു. ഇത് കേട്ട് അവൾ ദേഷ്യത്തിൽ അവളെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് അവൻ്റെ മർമ്മം തന്നെ എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം അവൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് സെൻറ്ററിൽ തന്നെ ജോലി തേടിയെത്തി. എന്നാൽ അവിടെയുള്ളവരും അവളെ കളിയാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഓണർ വന്ന് പറഞ്ഞു, നീ ഇവിടെ ജോലി ചെയ്യുന്നതിൽ നല്ലത് വല്ല സൂപ്പർ മാർക്കറ്റിലും പോയി ജോലി ചെയ്യുന്നതാണെന്ന്. പക്ഷേ അവൾ ഒരുപാട് ചോദിച്ചപ്പോൾ ഫൈനലി അയാൾ സമ്മതിച്ചു. അയാൾ പറഞ്ഞു, ആ വരുന്ന ആളില്ലേ, അയാളെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ജോലിക്കെടുക്കാം. ആ സമയത്തും എല്ലാവരും അവളെ നോക്കി കളിയാക്കി ചിരിക്കുകയുണ്ടായിരുന്നു. അവൾ അയാളോട് ഒരുപാട് സംസാരിച്ചു, പക്ഷേ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫൈനലി അയാൾ പറഞ്ഞു, നീ എനിക്കൊരു നല്ല കിസ് തരികയാണെങ്കിൽ ഞാൻ ഇവിടെ ചേരാമെന്ന്. എല്ലാവരും ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് മടിയായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗർഭിണിയായിരുന്ന ഒരു ട്രെയിനർക്ക് പെയിൻ വരികയും എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ അയാൾക്ക് നല്ലൊരു കിസ് കൊടുത്തു. ഇതോടെ അയാൾ ഫ്ലാറ്റായിപ്പോയി. അയാൾ ഓക്കെ പറഞ്ഞു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയും ചെയ്തു. ഈ സമയം അവൾക്ക് ജോലി കിട്ടിയതറിഞ്ഞ് അവളെ വിവാഹം കഴിക്കാനിരുന്ന ആ പയ്യൻ അവൻ അവളുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ്. ഞാൻ എൻ്റെ കാമുകയെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് നീ എന്നെ തന്നെ കല്യാണം കഴിക്കണം. എന്നിട്ട് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവളുടെ മുന്നിൽ നിന്ന് തന്നെ അവൻ അവൻ്റെ കാമുകിയെ വിളിച്ചു. കാമുകിയോട് അവൻ പറഞ്ഞു, ഞാൻ എപ്പോൾ പറഞ്ഞാലും ഇവൾ കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. ഇത് കേട്ട് അവൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങി. അതിനുശേഷം കാമുകിയോട് പറഞ്ഞു, എനിക്കിനി ഇവൻ്റെ ആവശ്യമില്ല, നീ തന്നെ എടുത്തോ ഇവന്. ഇത്രയും പറഞ്ഞ് അവൾ സ്ലോ മോഷനിൽ അവിടെ നിന്ന് തിരിച്ചു നടന്നു. അപ്പോൾ പറയൂ ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ്?